ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെട്ടിനാട് ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെയധികം ടേസ്റ്റിയും അതുകൂടാതെ സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ ചെറിയ പീസസ് ആക്കിയത്, ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലി, 6 വെറ്റലമുളക്, 1/2 സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 5 ഗ്രാമ്പു, 2 സ്റ്റാർ, 4 ഏലക്ക, 1 കഷ്ണം പട്ട, കുറച്ച് ജാതിപത്രി, 2 സവാള, 2 തക്കാളി, 1 കപ്പ് തേങ്ങ തിരുമിയത്, കുറച്ച് കരിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, അരമുറി നാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല ഇറച്ചിയുടെ പീസസിൽ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ഇടാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ചെറിയ തീയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം അകം വരെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. 5 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല മണം വരും. അതാണ് അതിൻ്റെ പാകം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചീൻചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് തേങ്ങ തിരുമിയത് ഇടാം. ഇതും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ തീയൽ വെക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. എന്നാലേ ചിക്കൻ കറിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. തേങ്ങ ഫ്രൈ ആയി കഴിഞ്ഞു. ഫ്ലെയിം ഓഫാക്കാം. ഇനി വേറെ ഒരു ചീനച്ചട്ടി എടുത്ത് സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. ചിക്കൻ കറി വെക്കാൻ വേണ്ടി എപ്പോഴും അല്പം കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം കടുകിടാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 സവാള നീളത്തിൽ അരിഞ്ഞ് അതുകൂടെ ഇതിലേക്കിടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. കറിവേപ്പില ഇടാം. ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അല്പം ബ്രൗൺ ആകുന്നവരെയാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. എന്നാലേ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. ഇനി ഈ മസാലയെല്ലാം 1 മിനിറ്റ് നേരത്തേക്കിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തു വെച്ചേക്കുന്ന 2 തക്കാളിക്ക മിക്സിക്കകത്ത് അരച്ച് അതുകൂടെ ഇതിലേക്ക് ഒഴിക്കാം. തക്കാളിയുടെ പേസ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടണം. അതിൻ്റെ കമർപ്പും ചൊവയും എല്ലാം മാറുന്ന വരെ ഇത് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിടാം. നമ്മൾ ചിക്കൻ പീസസിൻ്റെ അകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഉള്ള ഓർമ്മ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ഉപ്പിടാവൂ. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ടൊമാറ്റോയുടെ നിറം മാറും. അന്നേരം ചിക്കൻ്റെ പീസസ് നമുക്കതിലേക്ക് ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന സ്പൈസസ് ഇടാം. പൊടിച്ചു വെച്ചേക്കുന്ന സ്പൈസസ് ഒത്തിരി അധികം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഇടേണ്ടതാണ്. കാരണം തേങ്ങാപ്പീരയും എല്ലാം ഉള്ളതാണല്ലോ, അതുകൊണ്ട് അത്രയും സ്പൈസസിൻ്റെ ആവശ്യമുണ്ട്. ഇതിനി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. ചെട്ടിനാട് ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. ചിക്കൻ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കാം. കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെട്ടിനാട് ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.